മലയാള സിനിമയിലെ തിയേറ്റർ ഷെയറും ബജറ്റ് വിവരങ്ങളും പുറത്തുവിടുന്നത് തുടരുകയാണ് നിർമ്മാതാക്കൾ. മാർച്ച് മാസം പുറത്തിറങ്ങിയ 15 സിനിമകളിൽ ഭൂരിഭാഗവും നഷ്ടത്തിലെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. ലാഭം നേടിയതും കനത്ത നഷ്ടം നേടിയതുമായ ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. മാർച്ച് മാസം ലാഭം നേടിയത് എമ്പുരാൻ മാത്രമെന്ന് തിയേറ്റർ ഷെയർ മുൻനിർത്തി നിർമ്മാതാക്കളുടെ സംഘടന ചൂണ്ടിക്കാട്ടുന്നു. 85 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ആരണ്യം എന്ന ചിത്രം തിയേറ്ററിൽ നിന്ന് നേടിയത് വെറും 22,000 രൂപ മാത്രമാണ്. മറ്റ് സിനിമകളുടെ ബജറ്റ് തുകയും തിയേറ്റർ ഷെയറും പരിശോധിക്കാം. മാർച്ചിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ നിർമ്മിക്കാൻ ചെലവഴിച്ചത് 194 കോടിയിലധികം രൂപ. 10 പോലും തിരികെ കിട്ടിയില്ലെന്നത് യാഥാർത്ഥ്യം. കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നുള്ള ഷെയർ മാത്രമാണിത്. മറ്റു വരുമാന സ്രോതസ്സുകളായ OTT, സാറ്റലൈറ്റ്, റെസ്റ്റ് ഓഫ് വേൾഡ്, മറ്റു വീഡിയോ, ഓഡിയോ റൈറ്റ്സ് എന്നിവയിൽ നിന്നുള്ള വരുമാനവും നിർമ്മാതാവിന് ലഭിക്കും. പക്ഷെ അതെത്ര ലഭിച്ചാലും എത്ര സിനിമകൾ നിർമ്മാതാവിന് സാമ്പത്തിക നേട്ടമുണ്ടാക്കി തരുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.